Democracy itself is different in every single country, even of the West. So each country has to find what is most suitable. Now we want a democracy which makes the people's voice heard, but we have to ensure that it's not just a section of the people. ജനാധിപത്യത്തിന്റെ വിലയെന്തെന്ന് രാജ്യത്തെ പഠിപ്പിച്ചയാളായിരുന്നു ഇന്ദിരയുടെ അച്ഛൻ. പക്ഷെ മകൾ ജനാധിപത്യത്തെപ്പറ്റി പഠിക്കാൻ കൊള്ളാത്ത ചിലത് രാജ്യത്തെ പഠിപ്പിച്ചു. അതിന് രാജ്യത്തെ വോട്ടർമാർ ഇന്ദിരയെയും തിരിച്ചൊരു പാഠം പഠിപ്പിച്ചു. ആ വോട്ടുകഥകളിലേക്ക്. ആയിരത്തി 1971 തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ നിന്ന് 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് ഇന്ദിരാഗാന്ധി വിജയിച്ചത്. രാജ് നാരായൺ എന്ന സോഷ്യലിസ്റ്റിനെയാണ് അന്നവർ പരാജയപ്പെടുത്തിയത്. ഈ എതിരാളി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. പ്രധാനമന്ത്രിയായിരിക്കെ കോടതി കയറുന്ന ആദ്യ വ്യക്തി എന്ന പദവി ഇന്ദിരാഗാന്ധിക്ക് സമ്മാനിച്ചത് ഈ കേസാണ്. ആ കോടതിയിലെ 15-ാം നമ്പർ മുറിയിൽ 5 മണിക്കൂറാണ് ഇന്ദിരാഗാന്ധി മൊഴി നൽകിയത്. ജഡ്ജി ജഗ്മോഹൻ ലാൽ മിശ്രയ്ക്കായിരുന്നു ഈ കേസിന്റെ വിധി പറയാനുള്ള വിധി. 1975 ജൂൺ 12. ഇന്ദിരയ്ക്ക് അതൊരു മോശം ദിവസമായിരുന്നു. രാവിലെ ആദ്യമറിഞ്ഞത് ഏറെക്കാലം വിശ്വസ്തനായിരുന്ന DP ധറിന്റെ ചരമവാർത്ത. പിന്നെ അറിഞ്ഞത് ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റെന്ന വാർത്ത. അടുത്ത വാർത്ത അലഹബാദിൽ നിന്നായിരുന്നു. കോടതി വിധി ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. 6 കൊല്ലത്തേക്ക് മത്സരിക്കുന്നതിന് വിലക്കുമേർപ്പെടുത്തി. 2 കുറ്റങ്ങളാണ് കോടതി കണ്ടെത്തിയത്. ഒന്ന്, ഇന്ദിരയുടെ പ്രചാരണ വേദികൾ നിർമ്മിക്കുന്നതിന് UP സർക്കാർ സഹായിച്ചു. 2, പ്രധാനമന്ത്രിയുടെ സ്റ്റാഫ് അംഗം യശ്പാൽ കപൂർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിറങ്ങി. അല്പം തണുത്തിരുന്ന പ്രതിപക്ഷ പ്രതിഷേധം ഇതോടെ വീണ്ടും കത്തി. സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട് വൻ പ്രക്ഷോഭം അലയടിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിനായി 8 മാസം കൂടി കാത്തുനിൽക്കാനുള്ള ക്ഷമ അവർ കാട്ടിയില്ല. JP അതുവരെ കാണാത്ത വിധം പ്രകോപനപരമായി പ്രസംഗിച്ചു. പട്ടാളത്തോടും പോലീസിനോടും സർക്കാരിനെ അനുസരിക്കരുത് എന്നുവരെ പറഞ്ഞു. കോൺഗ്രസും രംഗത്തിറങ്ങി. ഇന്ദിരയുടെ വീടിന് മുന്നിൽ ദിവസവും അണികളെ എത്തിച്ചു. രാജിവെക്കരുതെന്ന് അവർ നേതാവിനോട് ആവശ്യപ്പെട്ടു. കർണാടകയിൽ നിന്ന് 10,000 പ്രവർത്തകർ ഈ ആവശ്യവുമായി ചോര കൊണ്ട് കത്തെഴുതി. ജൂൺ 20 ഡൽഹി ബോട്ട് ക്ലബ് മൈതാനിയിൽ 10 ലക്ഷം പേർ പങ്കെടുത്ത റാലി നടന്നു. ഈ റാലിയിലെ അണികളുടെ ആവേശം കണ്ട് ACC പ്രസിഡന്റ് ദേവ്കാന്ത് ബറുവ ഒരു കവിയായി മാറി. അദ്ദേഹം പാടി, ഇന്ദിര തെരെ സുബാ കി ജയ്, തെരെ ശ്യാം കി ജയ്, തെരെ നാം കി ജയ്, തെരെ കാം കി ജയ്. ഇന്ദിരയുടെ പ്രഭാതത്തിനും പ്രദോഷത്തിനും പേരിനും നാളിനുമൊക്കെ ജയ് വിളിക്കുന്ന ജനക്കൂട്ടമായിരുന്നു ചുറ്റിനും. സുപ്രീം കോടതിയിൽ ഇന്ദിര അപ്പീൽ നൽകി. അവധിക്കാല ജഡ്ജിയായിരുന്ന VR കൃഷ്ണയ്യരുടെ ബെഞ്ചാണ് കേസ് കേട്ടത്. ജൂൺ 24 ഇടക്കാല ഉത്തരവ് വന്നു. പ്രധാനമന്ത്രിക്ക് പാർലമെന്റ് നടപടികളിൽ പങ്കെടുക്കാം, പ്രസംഗിക്കാം, പക്ഷേ വോട്ടവകാശം ഉണ്ടാകില്ല. അന്തിമവിധിക്കായി കേസ് മാറ്റിവെച്ചു. ഉച്ചപക്ഷം വേണ്ട, തുടർച്ചയായി കേസ് തീർക്കാൻ ഒരൊറ്റ ദിവസം കൊണ്ട് 6 മണിക്കൂർ കേസ്, 7 മണിക്കൂർ കേസ് വാദം കേട്ടു. കേസ് തീർന്നു. 5:30 മണിക്ക് 10 മണിക്ക് തുടങ്ങിയ കേസ് 5:30 മണിക്ക് അവസാനിച്ചു. പിറ്റേന്ന് അന്ന് രാത്രി മുഴുവൻ ജഡ്ജ്മെൻ്റ് എഴുതി. 12 മണി വരെ ജഡ്ജ്മെൻ്റ് എഴുതി. ജഡ്ജ്മെൻ്റ് ഡിക്റ്റേറ്റ് ചെയ്തു. 5000 കോപ്പി എടുത്തു. 5 മണിക്ക് 12 മണിക്ക് ശേഷം എൻ്റെ സുപ്രീം കോടതിയിലെ സ്റ്റാഫ് 5000 കോപ്പി എടുത്തു. പിറ്റേന്ന് 3 മണിക്ക് ഞാൻ ജഡ്ജ്മെൻ്റ് പ്രൊനൗൺസ് ചെയ്തു. തൽക്കാലം രാജിവെച്ച് അന്തിമവിധിക്ക് ശേഷം മടങ്ങിയെത്താൻ ഇന്ദിര ആലോചിച്ചിരുന്നു. മകൻ സഞ്ജയ് ഗാന്ധിക്ക് പക്ഷേ അമ്മ പ്രധാനമന്ത്രിയല്ലാതാകുന്നത് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ അടിയന്തരാവസ്ഥയ്ക്ക് വഴിയൊരുങ്ങി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സിദ്ധാർത്ഥ ശങ്കർ റേ ആയിരുന്നു സൂത്രധാരൻ. 1-ാം തരം വക്കീൽ കൂടിയായിരുന്ന റേ ആഭ്യന്തര അടിയന്തരാവസ്ഥയ്ക്കുള്ള ഓർഡിനൻസ് തയ്യാറാക്കി. 1975 ജൂൺ 25 വൈകിട്ട് 5 മണി. പ്രധാനമന്ത്രി ഇന്ദിര രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കണ്ടു. മന്ത്രിസഭയിൽ ആലോചിക്കാതെയായിരുന്നു ഇത്. രാത്രി 11 രാഷ്ട്രപതി ഓർഡിനൻസിൽ ഒപ്പിട്ടു. അന്ന് രാത്രി ഡൽഹിയിലെ പത്രസ്ഥാപനങ്ങളിൽ വൈദ്യുതി മുറിഞ്ഞു. ജനാധിപത്യം ഇരുട്ടിലായി. പിറ്റേന്ന് കാലത്ത് 6 മണിക്ക് മന്ത്രിസഭാ യോഗം വിളിച്ചു. ഉറക്കച്ചടവോടെ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയ മന്ത്രിമാരോട്
ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ നിലവിൽ വന്ന കാര്യം അറിയിച്ചു. തുടർന്ന് ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ രാജ്യത്തോടും സംസാരിച്ചു. The President has proclaimed emergency. This is nothing to panic about. പൗരാവകാശങ്ങൾ റദ്ദായി. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം നിലച്ചു. JP മൊറാർജി വാജ്പേയി, ചന്ദ്രശേഖർ തുടങ്ങി പ്രധാന പ്രതിപക്ഷ നേതാക്കളെല്ലാം അഴിക്കുള്ളിലായി. പിന്നാലെ 1 ലക്ഷത്തോളം വരുന്ന അവരുടെ അണികളും. മിസ എന്ന കരിനിയമത്തെ രാജ്യം പേടിച്ചു. രാഷ്ട്രീയ തടവുകാരെ ജയിലുകളിൽ മറ്റ് ക്രിമിനലുകൾക്കൊപ്പം കിടത്തി സോഷ്യലിസം നടപ്പാക്കി. RSS, ആനന്ദ് മാർഗ്, ജമാഅത്തെ ഇസ്ലാമി, നക്സൽ ഗ്രൂപ്പുകൾ എല്ലാം നിരോധിക്കപ്പെട്ടു. സൂര്യഗ്രഹണം ഉണ്ടായില്ലേ, അതേമാതിരി ഒരു ഗ്രഹണ കാലഘട്ടമായിരുന്നു ജനാധിപത്യത്തിൻ്റെ. ഞങ്ങളൊക്കെ ജയിലിലാണ്. പാർട്ടി ഓഫീസുകളിലൊക്കെ പൂട്ടി, പ്രവർത്തനം അനുവദിക്കുന്നില്ല. നമ്മുടെ സംസ്ഥാന കമ്മിറ്റി കൂടാൻ പോലും പെർമിഷൻ ഇല്ല. ഇതായിരുന്നു സാഹചര്യം. നാവടയ്ക്ക് പണിയെടുക്കാൻ പ്രധാനമന്ത്രി രാജ്യത്തോട് ആവശ്യപ്പെട്ടു. നാടെങ്ങും ഇന്ദിരാ സൂക്തങ്ങൾ നിറഞ്ഞു. 20 ദിന പരിപാടിയും പ്രഖ്യാപിച്ചു. ഭൂപരിഷ്കരണം, വിലക്കയറ്റം നിയന്ത്രിക്കൽ തുടങ്ങിയ ജനപ്രിയ മുദ്രാവാക്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. പോലീസ് മർദ്ദനവും അന്യായ അറസ്റ്റും എല്ലാ പരിധികളും ലംഘിച്ചു. മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് വന്നു. എന്തു വാർത്ത കൊടുക്കണം, എന്തു വാർത്ത കൊടുക്കരുത് എന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു. പത്രങ്ങൾ സർക്കാർ ഗസറ്റ് പോലെയായി. അങ്ങനെ ഇന്ദിര എല്ലാ പത്രങ്ങളുടെയും പത്രാധിപരുമായി. പ്രസ് കൗൺസിൽ പിരിച്ചുവിട്ടു. 253 മാധ്യമപ്രവർത്തകർ അറസ്റ്റിലായി. എതിർത്തുനിന്ന വമ്പൻ എഡിറ്റർമാർക്ക് പോലും തൊഴിൽ നഷ്ടം വന്നു. വർഗീസിനെ കൂടി വർഗീസിനെ കൂടി തട്ടി. He had worked with Indira for some time. He's a very great person. Varghese is a great. പിന്നെ ഹിന്ദുസ്ഥാൻ ടൈംസിലെ എഡിറ്ററായിരുന്നു. പക്ഷെ എമർജൻസി വന്നപ്പോൾ ഇന്ദിര എന്ത് ചെയ്തു? നീ എന്നെ വിട്ട് പോയെന്നില്ല. ഒരു ദിവസം കോണിപ്പടി ഇറങ്ങുകയാണ് പുള്ളി, വൈകുന്നേരം 5 മണിക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ താഴെ ഒരാൾ അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ഒരു പ്യൂണിനേക്കാളും താഴ്ന്നവൻ ഒരു എഴുത്ത് കൊടുക്കണം. No more, you did not come to office tomorrow. This is all history. പൊതുവിൽ ആദ്യഘട്ടത്തിൽ ജനം അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായിരുന്നു. സമരങ്ങളും അക്രമങ്ങളും കുറഞ്ഞതും സർക്കാരിന്റെ കാര്യക്ഷമത കൂടിയതും അവർ നല്ല കാര്യങ്ങളായി കണ്ടു. വിലക്കയറ്റത്തിനും ശമനമുണ്ടായി. പക്ഷെ പിന്നീട് സ്ഥിതി മാറി. 76ന്റെ തുടക്കം മുതൽ ജനം അടിയന്തരാവസ്ഥയെ വെറുത്തു തുടങ്ങി. അടിയന്തരാവസ്ഥയുടെ ഉത്സാഹ കമ്മിറ്റിക്കാരുടെ പ്രവർത്തനങ്ങളായിരുന്നു അതിന് പ്രധാന കാരണം. സഞ്ജയ് ഗാന്ധിയായിരുന്നു അവരുടെ നേതാവ്. 75-ൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം പോലും ഉണ്ടായിരുന്നില്ല സഞ്ജയ് ഗാന്ധിക്ക്. പക്ഷേ മന്ത്രിമാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന, ഫയലുകൾ വിളിച്ചു വരുത്തുന്ന സൂപ്പർ പ്രധാനമന്ത്രിയായിരുന്നു സഞ്ജയ്. അമ്മയുടെ 20 ദിന പരിപാടി കൂടാതെ സഞ്ജയ് 5 പരിപാടി പ്രഖ്യാപിച്ചു. കുടുംബാസൂത്രണം, വനവൽക്കരണം, സ്ത്രീധന നിരോധനം, സാക്ഷരതാ പ്രവർത്തനം, ചേരി നിർമ്മാർജ്ജനം എന്നിവയായിരുന്നു ആ 5 ഇനങ്ങൾ. പ്രിയരഞ്ജൻ ദാസ് മുൻഷിയെ മാറ്റി അംബിക സോണിയെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാക്കി. പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് സമരം ചെയ്ത സോഷ്യലിസ്റ്റ് നേതാവിനെ പരസ്യമായി കയ്യേറ്റം ചെയ്ത് കുപ്രസിദ്ധി നേടിയ നേതാവായിരുന്നു അംബിക. രാജ്യത്ത് പ്രധാനമന്ത്രിയുടെ 20 ദിനത്തേക്കാൾ പ്രാധാന്യത്തോടെ സഞ്ജയിന്റെ 5 പരിപാടി നടപ്പാക്കാൻ തുടങ്ങി. അയാൾ ഇങ്ങനെ നാട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ശക്തി പ്രയോഗിച്ച്, ബലം പ്രയോഗിച്ച്, അല്ലെങ്കിൽ അധികാരം പ്രയോഗിച്ച് ശരിപ്പെടുത്താം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു മണ്ടനായിരുന്നു. അയാൾക്ക് വളരെയധികം അധികാരം കൊടുക്കുകയും അയാളെ കൊണ്ട് ഈ മറ്റേ ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യാ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ ആളുകളെ വന്ധീകരിക്കുക മുതലായിട്ടുള്ള അബ്സേർഡായിട്ടുള്ള പരിപാടികൾ തുടങ്ങി വയ്ക്കുകയും ചെയ്തു. അതൊക്കെ ജനങ്ങളിൽ വളരെ അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു. 15 വയസ്സുള്ള കുട്ടികൾ മുതൽ 80 വയസ്സുള്ള വയസ്സന്മാർ വരെ സഞ്ജയ് ഗാന്ധിയുടെ ക്യാമ്പുകളിൽ വന്ധ്യംകരണത്തിന്റെ നോവറിഞ്ഞു. സർക്കാരിന് ആരുടെയും സമ്മതം വേണ്ടായിരുന്നു. കുടുംബ വളർച്ച ഉപേക്ഷിച്ചവർക്ക് സമ്മാനമായി ട്രാൻസിസ്റ്റർ റേഡിയോകൾ നൽകി. അരയ്ക്കു താഴെ വേദനയും തലയ്ക്ക് മുകളിൽ അപമാനവുമായി അവർ അലഞ്ഞു. പാർലമെന്റ് നോക്കുകുത്തിയായി. അടിയന്തരാവസ്ഥയ്ക്ക് തടസ്സമാകുന്ന നിയമങ്ങൾ വഴിമാറി. ഭരണഘടനാ ഭേദഗതികൾ അടിക്കടിയുണ്ടായി. അക്കാലത്തിറങ്ങിയ ഒരു തമാശയുണ്ട്. ഒരാൾ ഭരണഘടനയുടെ കോപ്പി വാങ്ങാൻ ബുക്ക് സ്റ്റോളിൽ ചെന്നു. അപ്പോൾ കടക്കാരൻ പറഞ്ഞത്രേ, ക്ഷമിക്കണം, ഞങ്ങൾ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വിൽക്കാറില്ല. അന്നത്തെ ഭരണഘടന ഇടയ്ക്കിടയ്ക്ക് രൂപം മാറിയിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോയെ ആളുകൾ കളിയാക്കി വിളിച്ചിരുന്നത് ഓൾ ഇന്ദിര റേഡിയോ എന്നായിരുന്നു. സഞ്ജയിനോട് വിയോജിപ്പ് കാട്ടിയവരെയൊന്നും കിച്ചൺ ക്യാബിനറ്റ് വെറുതെ വിട്ടില്ല. 5 പരിപാടിക്ക് പണം സ്വരൂപിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഗായകനും നടനുമായ കിഷോർ കുമാർ വിസമ്മതിച്ചു. അതോടെ
ഓൾ ഇന്ത്യ റേഡിയോയിൽ കിഷോറിൻ്റെ പാട്ടുകൾ കേൾക്കാതെയായി. കിഷോറിൻ്റെ പാട്ടുള്ള സിനിമകൾക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടാതെയുമായി. ഇന്ദിരാഗാന്ധി പ്രസംഗിച്ച റാലിയുടെ തത്സമയ സംപ്രേഷണം ദൂരദർശനിൽ നടത്താൻ സഞ്ജയ് നിർദ്ദേശിച്ചു. പാർട്ടിയുടെ പരിപാടിയായതുകൊണ്ട് പറ്റില്ലെന്ന് വാർത്താവിനിമയ മന്ത്രി IK ഗുജ്റാൾ പറഞ്ഞു. ഗുജ്റാളിന് സ്ഥാനം പോയി. VC ശുക്ല പുതിയ വാർത്താവിനിമയ മന്ത്രിയായി. ഇന്ദിരാഗാന്ധിയുടെ കാലത്തോടുകൂടി തന്നെ സംഘടനാപരമായ ജനാധിപത്യ പ്രക്രിയ ഏറെക്കുറെ ഇല്ലാതായി. ഈ പറഞ്ഞ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ഹൈക്കമാൻഡ് അതിന് മുമ്പുണ്ട് എങ്കിൽ തന്നെ അത് ഏറെക്കുറെ സ്വേച്ഛാധിപത്യപരമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ നേതാക്കന്മാരെ പ്രീണിപ്പിക്കുന്ന അനുയായികൾ എന്നുള്ള അവസ്ഥ വന്നു. ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ നിങ്ങൾ നേതാവിനെ പ്രീണിപ്പിക്കണം, എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. 5 ലക്ഷം പേർ താമസിക്കുന്ന ഡൽഹി ചേരികൾ പൊളിച്ചടുക്കി നഗരം മൂടിയേക്കാൻ സഞ്ജയ് തീരുമാനിച്ചു. തുർക്ക്മാൻ ഗേറ്റിൽ പ്രതിഷേധമുണ്ടായപ്പോൾ വെടിവയ്പുണ്ടായി. സഞ്ജയിനെ പുകഴ്ത്താനും സുഖിപ്പിക്കാനും സ്വാതന്ത്ര്യ സമര പാരമ്പര്യമുള്ള നേതാക്കൾ വരെ ലജ്ജയില്ലാതെ മത്സരിച്ചു. ഇന്ത്യയെന്നാൽ ഇന്ദിരയെന്ന് കോൺഗ്രസുകാർ ഉറച്ചു വിശ്വസിച്ചു. അവരൊരു അധികാരമോഹിയും അധികാരപ്രമത്തത ഉള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് അധികാരം കൊണ്ട് കാര്യങ്ങളെല്ലാം ശരിയാക്കാം എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അധികാരപ്രയോഗം കൊണ്ട് വാസ്തവത്തിൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് അധികാരപ്രയോഗം കൊണ്ട് കാര്യമായിട്ടൊന്നും നടത്താൻ കഴിയില്ല. പ്രതിഷേധങ്ങളുണ്ടായി. AKജിയും സംഘവും ലോക്സഭയിൽ ശബ്ദമുയർത്തി സംസാരിച്ചു. കരൺ സിംഗും KC പന്തും സ്വരൺ സിംഗും മന്ത്രിസഭയിൽ തന്നെ വിയോജിപ്പറിയിച്ചു. തമിഴ്നാട്ടിൽ കരുണാനിധിയുടെ DMK സർക്കാർ സെൻസർഷിപ്പ് നടപ്പാക്കിയില്ല. CPI അടിയന്തരാവസ്ഥയ്ക്കൊപ്പമായിരുന്നു. കേരളത്തിൽ അവരുടെ നേതാവ് C അച്യുതമേനോനായിരുന്നു മുഖ്യമന്ത്രി. ആഭ്യന്തരമന്ത്രി K കരുണാകരനായിരുന്നു മുഖ്യമായും അടിയന്തരാവസ്ഥയുടെ നടത്തിപ്പുകാരൻ. ഈശ്വര വാര്യരുടെ മകൻ രാജൻ നടുക്കുന്ന ഓർമ്മയായത് ഇക്കാലത്താണ്. ഗുജറാത്തിലെ ജനതാ സർക്കാരും അടിയന്തരാവസ്ഥയോടെ മുഖം തിരിച്ചു. ജോർജ് ഫെർണാണ്ടസ് കുറേക്കാലം പോലീസിന് പിടികൊടുക്കാതെ രാജ്യമാകെ സഞ്ചരിച്ച് സമരങ്ങൾ സംഘടിപ്പിച്ചു. ചില പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതാതെ വിട്ടു. പ്രതികരിച്ചവർക്ക് തക്ക പ്രതിഫലവും കിട്ടി. പോലീസിനും ഉദ്യോഗസ്ഥർക്കും സ്വാധീനമുള്ളവർക്കും എന്തും ചെയ്യാമെന്ന അവസ്ഥയെ ജനം വെറുത്തു. പ്രതിഷേധിക്കാൻ അവസരങ്ങൾ ഇല്ലാതിരുന്നത് ഭയം പടർത്തി. മാധ്യമങ്ങളിലൂടെ ശരിക്കുള്ള വാർത്തകൾ അറിയാൻ കഴിയാതിരുന്നത് അഭ്യൂഹങ്ങൾ പടരാൻ കാരണമായി. അങ്ങനെയിരിക്കെ ഇന്ദിരാഗാന്ധി അപ്രതീക്ഷിതമായി ഒരു തീരുമാനമെടുത്തു. 1977 ജനുവരി 18 ഇന്ദിര തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ തടവുകാരെ വിട്ടയച്ചു. രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള നിയന്ത്രണം പിൻവലിച്ചു. പിന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ നീക്കങ്ങൾ എല്ലാം പെട്ടെന്നായിരുന്നു. അവരുടെ നേതാക്കൾ മൊറാർജിയുടെ വീട്ടിൽ ഒത്തുകൂടി. സംഘടനാ കോൺഗ്രസ്, ജനസംഘം, ചരൺ സിംഗിന്റെ ഭാരതീയ ലോക്ദൾ, സോഷ്യലിസ്റ്റ് പാർട്ടി എന്നിവർ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചു. ജനുവരി 23 ജയപ്രകാശ് നാരായൺ ജനതാ പാർട്ടി രൂപം കൊണ്ടതായി പ്രഖ്യാപിച്ചു. കോൺഗ്രസിൽ നിന്ന് ജഗജീവൻ റാം രാജിവെച്ച് കോൺഗ്രസ് ഫോർ ഡെമോക്രസി ഉണ്ടാക്കി. ഇതും ജനതയോടൊപ്പം ചേർന്നു. ലോക്സഭയിൽ അടിയന്തരാവസ്ഥയെ അനുകൂലിച്ച് പ്രമേയം അവതരിപ്പിച്ചയാളായിരുന്നു ജഗജീവൻ. ജനതയുടെ ശക്തിപ്രകടനം ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ നിശ്ചയിച്ചു. സമ്മേളനം മുടക്കാൻ സർക്കാർ പല വേലകളും ചെയ്തു. സമ്മേളന സമയത്ത് ദൂരദർശനിൽ ഹിറ്റ് ചിത്രമായ ബോബി പ്രദർശിപ്പിച്ചു. പക്ഷേ രാംലീലയിലേക്കുള്ള ജനപ്രവാഹം തടയാൻ ഡിംപിൾ കപാഡിയയുടെയും ഋഷി കപൂറിന്റെയും ബോബിക്ക് കഴിഞ്ഞില്ല. JP തന്റെ അവശത വകവയ്ക്കാതെ രംഗത്തിറങ്ങി. കോൺഗ്രസ് തിരിച്ചെത്തിയാൽ അത് രാജ്യത്തെ അവസാന തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് ജനത്തിന് മുന്നറിയിപ്പ് നൽകി. വൻ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് ജനവിധിയിലേക്ക് പോകാൻ ഇന്ദിരാഗാന്ധി തീരുമാനിച്ചത് എന്ന് പറയുന്നവരുണ്ട്. അതല്ല, രാജ്യാന്തര വികാരവും തന്റെ പ്രതിച്ഛായയും കൂടുതൽ മോശമാകാതിരിക്കാനാണ് അടിയന്തരാവസ്ഥ പിൻവലിച്ചത് എന്ന് കരുതുന്നവരുമുണ്ട്. രണ്ടായാലും ഫലം വന്നപ്പോൾ ഇന്ദിരാഗാന്ധി തന്റെ തീരുമാനത്തെ ഓർത്ത് പശ്ചാത്തപിച്ചിട്ടുണ്ടാകും. 32,11,00,000 വോട്ടർമാരിൽ 60%-ലേറെ പേർ പോളിംഗ് ബൂത്തിലെത്തി. അവരെത്തിയത് കോൺഗ്രസിനെ തോൽപ്പിക്കാനായിരുന്നു. ജനതാ പാർട്ടിയെ ജനത അധികാരത്തിലെത്തിച്ചു. ഇന്ദിര റായ്ബറേലിയിൽ തോറ്റു. അമേഠിയിൽ സഞ്ജയ് ഗാന്ധി 77,000 വോട്ടിന് തോറ്റു. ഇന്ദിരയെ 55,000 വോട്ടിന് തോൽപ്പിച്ചത് പഴയ എതിരാളി രാജ് നാരായൺ. വടക്കേ ഇന്ത്യ കോൺഗ്രസിനെ തൂത്തെറിഞ്ഞു. UPയിലെ 85-ൽ ഒറ്റ സീറ്റ് പോലും കോൺഗ്രസിനില്ല. ബീഹാറിലെ 54-ലും കോൺഗ്രസിന് 0. മധ്യപ്രദേശിലെ 40 സീറ്റിൽ 1 മാത്രം.
രാജസ്ഥാനിലെ 25-ലും കോൺഗ്രസിന് 1 കിട്ടി. പഞ്ചാബിലും ഹരിയാനയിലും 0. ചരിത്രത്തിൽ ലോകത്തിൽ ഈ പാർട്ടി ഔദ്യോഗികമായിട്ട് രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ച് അധികാരത്തിൽ വരുന്നൊരു സാഹചര്യമാണ്. കാരണം ഈ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് രാജ്യവ്യാപകമായി ഉണ്ടായിട്ടുള്ള ജനങ്ങൾക്കിടയിലുള്ള അമർഷമുണ്ടല്ലോ, ആ അമർഷമാണ് പ്രകടിപ്പിക്കപ്പെട്ടതാണ് ആ ഇലക്ഷൻ. 542 സഭയിൽ 295 സീറ്റ് ഭാരതീയ ലോക്ദൾ എന്ന പേരിൽ മത്സരിച്ച ജനതാ പാർട്ടിക്ക് കോൺഗ്രസ് 154, CPM 22, അണ്ണാ DMK 18, CPI 7. തെക്കേ ഇന്ത്യ ഇന്ദിരയെ കൈവിടാത്തതാണ് കോൺഗ്രസിന് 154 സീറ്റെങ്കിലും കിട്ടാൻ കാരണം. ആന്ധ്രാപ്രദേശിലെ 42-ൽ 41 കോൺഗ്രസിനായിരുന്നു. കർണാടകയിലെ 28-ൽ 26-ഉം തമിഴ്നാട്ടിലെ 39-ൽ 14-ഉം പാർട്ടിക്ക് കിട്ടി. കേരളത്തിലെ 20-ൽ 11 സീറ്റും കോൺഗ്രസ് ജയിച്ചു. ഒപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF ജയിച്ചു. കരുണാകരൻ മുഖ്യമന്ത്രിയായി. ലോക്സഭയിൽ 20 സീറ്റിൽ കോൺഗ്രസ് 11, സഖ്യകക്ഷിയായ CPIക്ക് 4, ലീഗ് 2, കേരള കോൺഗ്രസ് 2, RSP 1. 9 സീറ്റിൽ മത്സരിച്ച CPM എല്ലായിടത്തും തോറ്റു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള സ്ഥിതിഗതികളെ സംബന്ധിച്ച് ജനങ്ങളെ നല്ലപോലെ പഠിപ്പിക്കാനും വഞ്ചന കാണിച്ച ആളുകളെ സംബന്ധിച്ച് ശരിക്കും തുറന്നു കാട്ടാനും പിന്നീടുള്ള അവസരമാണ് കിട്ടിയത്. അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതനുസരിച്ച് കോൺഗ്രസിനെയും മറ്റ് കക്ഷികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു പരിധിവരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യം നേടി 3 പതിറ്റാണ്ട് തികയുന്ന വർഷത്തിൽ കോൺഗ്രസിന്റേതല്ലാത്ത ആദ്യ സർക്കാർ അധികാരമേൽക്കാൻ അങ്ങനെ വഴിയൊരുങ്ങി. ഇന്ദിര പടിയിറങ്ങി. പ്രവർത്തക സമിതി ഒന്നടങ്കം രാജിവെച്ചു. പരാജയം പരസ്യമായി സമ്മതിച്ചു. प्रजा के सामूहिक निर्णय का आदर करना आवश्यक है. इनके फैसले को मैं और मेरे सहयोगी पूरी तरह से और नम्रता पूर्वक स्वीकार करते हैं. प्रधानमंत्री के रूप में विदा लेते समय मैं अपने सहयोगियों, दल और लाखों करोड़ों स्त्री, पुरुष और बच्चों का आभार व्यक्त करती हूँ. പ്രധാനമന്ത്രിയാകാൻ മൊറാർജി ദേശായിയും ചരൺ സിംഗും ജഗജീവൻ റാമും രംഗത്തുണ്ടായിരുന്നു. അന്തിമവാക്ക് JPയുടേതായിരുന്നു. JP 81-കാരനായ മൊറാർജിയെ തെരഞ്ഞെടുത്തു. മൊറാർജി ദേശായി വാസ് എ വെരി ഓണസ്റ്റ് മാൻ. അയാളെ കൊണ്ടൊരു ഗവൺമെൻറ് നടത്തിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ, ബട്ട് ഹി വാസ് വെരി സ്റ്റിഫ്. ചരൺ സിംഗിന് ആഭ്യന്തരവും ജഗജീവൻ റാമിന് പ്രതിരോധവും കിട്ടി. ജോർജ് ഫെർണാണ്ടസ് വ്യവസായ മന്ത്രിയായി. മധു ദന്തപതയ്ക്ക് റെയിൽവേ, അദ്വാനിക്ക് വാർത്താവിതരണം. വാജ്പേയി ആയിരുന്നു വിദേശകാര്യമന്ത്രി. हम अनुशासन को थोपने में विश्वास नहीं करते, हमें आत्मानुशासन पैदा करना होगा. ചൈനയും പാകിസ്ഥാനും സന്ദർശിച്ചുകൊണ്ട് അയൽക്കാരുമായി നല്ല ബന്ധമുണ്ടാക്കാൻ വാജ്പേയി ശ്രമിച്ചു. IBMഉം കൊക്കക്കോളയും നിരോധിച്ചുകൊണ്ട് ജോർജ് ഫെർണാണ്ടസ് തന്റെ രാഷ്ട്രീയം ഭരണത്തിലും വ്യക്തമാക്കി. ഭരണഘടനയ്ക്കുണ്ടായിരുന്ന പരിക്കുകൾ മാറ്റിയെടുക്കുന്ന ജോലി ഭംഗിയായി നിർവഹിച്ചത് നിയമമന്ത്രിയായിരുന്ന ശാന്തിഭൂഷണായിരുന്നു. സംവരണ പ്രശ്നങ്ങൾ പഠിക്കാൻ മണ്ഡൽ കമ്മീഷനെ നിയമിച്ചതും ഈ സർക്കാരായിരുന്നു. പക്ഷേ ജനതാ സർക്കാരിന്റെ മുഖ്യ അജണ്ട ഇന്ദിരാഗാന്ധിയോടുള്ള വിരോധമായിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ പിരിച്ചുവിട്ടു. ഇതിൽ 4ഇടത്തും ജനതാ പാർട്ടി ജയിച്ച് അധികാരത്തിൽ വന്നു. ബംഗാളിൽ ജ്യോതി ബസു മുഖ്യമന്ത്രിയായി CPM സർക്കാർ. അടുത്ത 34 വർഷം ഭരിച്ച് CPM റെക്കോർഡിട്ടു. തമിഴ്നാട്ടിൽ DMKയെ തോൽപ്പിച്ച് MGRന്റെ അണ്ണാ DMK ഭരണത്തിലെത്തി. ഇന്ദിരയുടെ ഭരണത്തെയും അടിയന്തരാവസ്ഥയെയും പറ്റി അന്വേഷിക്കാൻ കമ്മീഷനുകളെ നിയമിച്ചു. ഷാ കമ്മീഷനായിരുന്നു അതിൽ പ്രധാനം. 3 തവണ കമ്മീഷൻ ഇന്ദിരയെ വിളിപ്പിച്ചു. പക്ഷേ കമ്മീഷന് മുന്നിൽ മൊഴി കൊടുക്കാൻ അവർ തയ്യാറായില്ല. ക്യാബിനറ്റ് ചർച്ചകൾ പരസ്യപ്പെടുത്താനാവില്ലെന്ന് ഇന്ദിര നിലപാടെടുത്തു. 10 ദളിതർ കൊല്ലപ്പെട്ട ബീഹാറിലെ ബെൽച്ചി സന്ദർശിച്ച് ഒരു തിരിച്ചുവരവിന് ഇന്ദിര ഒരുങ്ങി. ചരൺ സിംഗ് CBIയെ കൊണ്ട് ഇന്ദിരയെ അറസ്റ്റ് ചെയ്യിച്ചു അഴിമതിക്കേസിൽ. ഹരിയാനയിലേക്ക് കൊണ്ടുപോകും വഴി റെയിൽവേ ക്രോസിലെത്തിയപ്പോൾ ഇന്ദിര പുറത്തിറങ്ങി കുത്തിയിരിപ്പ് നടത്തി. സ്ഥലത്ത് ആളുകൂടി. CBIക്ക് അവരെ തിരിച്ച് ഡൽഹിയിലേക്ക് എത്തിക്കേണ്ടി വന്നു. അടുത്ത ദിവസം മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ചു. കേസ് തള്ളി ഇന്ദിരയെ വെറുതെ വിട്ടു. തിരഞ്ഞെടുപ്പിലൂടെ ജനം ശിക്ഷിച്ച ഇന്ദിരയെ വീണ്ടും സർക്കാർ ശിക്ഷിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ അപ്പോഴേക്കും ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. ഇതിനിടെ 78-ൽ കോൺഗ്രസ് രണ്ടായി പിളർന്നു. കോൺഗ്രസ് Iയും കോൺഗ്രസ് U. I എന്നാൽ ഇന്ദിര. കോൺഗ്രസ് U പിന്നീട് കോൺഗ്രസ് S ആയി മാറി. ബ്രഹ്മാനന്ദ റെഡ്ഡിയും AK ആന്റണിയും ശരത് പവാറും പ്രിയരഞ്ജൻ ദാസ് മുൻഷിയും എന്തിന് ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ DK ബറുവയും ഇന്ദിര വിരുദ്ധരായി. ഇന്ദിരാഗാന്ധി ഉപതെരഞ്ഞെടുപ്പിലൂടെ ലോക്സഭയിലെത്താൻ ശ്രമം ആരംഭിച്ചു. കർണാടകയിലെ ചിക്കമംഗളൂരാണ് ഇന്ദിര കണ്ടെത്തിയ മണ്ഡലം. വീരേന്ദ്ര പാട്ടീലിനെ എളുപ്പത്തിൽ തോൽപ്പിച്ച് അവർ സഭയിലെത്തി. പക്ഷേ ജനതാ സർക്കാർ ഇന്ദിരാവേട്ട നിർത്തിയില്ല. പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ മാരുതി ഫാക്ടറിയെപ്പറ്റി തെറ്റായ ഉത്തരം നൽകി
സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാരോപിച്ച് അവകാശലംഘന പ്രമേയം കൊണ്ടുവന്നു. പ്രമേയം പാസായി. സഭ ഇന്ദിരയെ ഒരാഴ്ച ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. ഇന്ദിര രാജിവെച്ചു. ചിക്കമംഗളൂരിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ്. പ്രയാസം കൂടാതെ ഇത്തവണയും ഇന്ദിര ജയിച്ചു വന്നു. ഈ സമയം ജനതാ പാർട്ടിയിലെ പ്രശ്നങ്ങൾ മൂർച്ഛിക്കുകയായിരുന്നു. അടിയന്തരാവസ്ഥയോടുള്ള വിരോധം കൊണ്ട് തട്ടിക്കൂട്ടിയുണ്ടാക്കിയ പാർട്ടിയിലെ വിള്ളലുകൾ അനുദിനം വലുതായിക്കൊണ്ടിരുന്നു. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ചേർച്ചയുമില്ലാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു സൗഹൃദവും വെച്ച് പുലർത്താത്ത കുറേ ആളുകളായിരുന്നു ഇവരെല്ലാം. ചരൺ സിംഗിനാണെങ്കിൽ ജഗജീവൻ റാമിനെ കണ്ടുകൂടാ, ജഗജീവൻ റാമിനും അതുപോലെ തന്നെ. മൊറാർജി ദേശായിക്ക് ഇവരെ രണ്ടുപേരെയും കണ്ടുകൂടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ സഭയിൽ ഓപ്പണായിട്ട് ഈ ജനതാ പാർട്ടിയിലെ എംപിമാർ അവരുടെ മിനിസ്റ്റേഴ്സിനെയും പ്രൈം മിനിസ്റ്ററെ വരെ അവർ അറ്റാക്ക് ചെയ്യുമായിരുന്നു. ഒടുവിൽ ചരൺ സിംഗിനെയും രാജ് നാരായണയും മന്ത്രിസഭയിൽ നിന്ന് മൊറാർജി പുറത്താക്കി. ചരൺ സിംഗിനെ പിന്നീട് തിരിച്ചെടുക്കേണ്ടി വന്നു. ജഗ്ജീവൻ റാമിനൊപ്പം ചരൺ സിംഗിനെയും ഉപപ്രധാനമന്ത്രിയാക്കി. പക്ഷേ രാജ് നാരായൺ പുറത്തുതന്നെ നിന്നു. ഈ സമയത്താണ് ഇരട്ട അംഗത്വ പ്രശ്നം വരുന്നത്. ജനതാ പാർട്ടിയിലെ ജനസംഘത്തിൽപ്പെട്ടവർക്ക് RSS അംഗത്വമുണ്ടായിരുന്നു. ഇതുപേക്ഷിക്കാൻ ജനതാ നേതൃത്വം ആവശ്യപ്പെട്ടു. എന്നാൽ RSS സാംസ്കാരിക സംഘടന മാത്രമാണെന്നും അംഗത്വം കളയാൻ പറ്റില്ലെന്നും അവർ നിലപാടെടുത്തു. മന്ത്രിസ്ഥാനം നഷ്ടമായ രാജ് നാരായൺ വെറുതെ ഇരുന്നില്ല. ചരൺ സിംഗിന് വേണ്ടി അദ്ദേഹം കരുക്കൾ നീക്കി. ചരൺ സിംഗിനെ പിന്തുണച്ചിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി സഭയിൽ പ്രത്യേക ബ്ലോക്കായിരുന്നു. ഓർക്കണം, ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിക്കുകയും കേസ് നടത്തി അടിയന്തരാവസ്ഥയ്ക്ക് കാരണക്കാരനാവുകയും ചെയ്തയാളാണ് രാജ് നാരായൺ. അതേ രാജ് നാരായൺ സഞ്ജയ് ഗാന്ധിയുമായി ഗൂഢാലോചന നടത്തി കോൺഗ്രസിൽ നിന്ന് ജനതാ പാർട്ടിക്കെതിരെ പിന്തുണ തേടി. ഭൂരിപക്ഷം നഷ്ടമായ മൊറാർജി രാജിവെച്ചു. അങ്ങനെ രാജ്യത്തിന് 5ാമതൊരു പ്രധാനമന്ത്രി ഉണ്ടായി, ചരൺ സിംഗ്. ചരൺ സിംഗിന്റെ ഭാവി അധികകാലമുണ്ടാവില്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. 1 മാസം കഴിഞ്ഞതും അത് സംഭവിച്ചു. ഇന്ദിര ചരൺ സിംഗിന് മുന്നിൽ ഒരാവശ്യം വെച്ചു. തനിക്കെതിരായ കേസുകൾ വിചാരണ ചെയ്യാനുണ്ടാക്കിയ പ്രത്യേക കോടതികൾ നിർത്തലാക്കണം. ചരൺ സിംഗ് വഴങ്ങിയില്ല. കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചു. ചരൺ സിംഗ് രാജിവെച്ചു. രാജിവെച്ച പ്രധാനമന്ത്രി കാവൽ പ്രധാനമന്ത്രിയാകുന്ന കീഴ്വഴക്കം രാജ്യത്തുണ്ടായത് ചരൺ സിംഗിലൂടെയാണ്. പ്രധാനമന്ത്രിയായി ഒരു ദിവസം പോലും ലോക്സഭയെ നേരിടാത്തയാളാണ് ചരൺ സിംഗ്. അങ്ങനെ കോൺഗ്രസിൻ്റെതല്ലാത്ത ഭരണം എന്ന ആദ്യ പരീക്ഷണം അവസാനിച്ചു. ഇനി അടുത്ത പൊതു തിരഞ്ഞെടുപ്പാണ്. അതിൽ പുതിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുമോ, അതോ ഇന്ദിര തിരിച്ചു വരുമോ? ഇതായിരുന്നു രാജ്യത്തിന് മുന്നിലെ ചോദ്യം. ചോദ്യത്തിന്റെ ഉത്തരം അടുത്ത ഭാഗത്ത്. रे